ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണം തോന്നി. പ്രതികരണ ശേഷിയെ തള്ളക്കി വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കരുത്. മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, മതങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ റംദാൻ മാസമായതുകൊണ്ട് ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ പാടില്ല, പാർസൽ കൊണ്ടുപോകണമെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര വലിയൊരു സിറ്റുവേഷനാണ്. അതിനെ നിസ്സാരമായിട്ട് വൽക്കരിക്കരുത്. ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഇതറിയുന്നവരൊന്ന് പറയണം ഇതേത് ഹോസ്പിറ്റലാണെന്നുള്ളത്. ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോട് പറയാനുള്ളത്, ഇനി ഒരിക്കലും ഒരു മുസൽമാനായിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ വിശ്വാസിയായിട്ടുള്ള ഒരു മുസൽമാന് ഈ ക്യാൻറ്റീൻ നടത്താൻ കൊടുക്കരുത്. ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കിടക്കുന്ന മനുഷ്യന്മാർക്ക്, കൂട്ടുകിടക്കുന്ന ആളുകളൊക്കെ ഈ നോമ്പ് കാലത്ത് പട്ടിണി കിടക്കണം, അല്ലെങ്കിൽ ഈ പാർസൽ എടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ വരാന്തയിൽ പോയി ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്ന നീചത്വത്തെ മതേതരമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു തുലിയന്മാരും വരരുത് പ്ലീസ്. ഇത് ശരിക്കും മതരാഷ്ട്രത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സൗദിയിലൊക്കെ പോകുമ്പോൾ കാണാം ഇതുപോലെ. അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല, പാർസൽ എടുത്തിട്ട് പോകണം. സാധാരണ നമ്മളൊരു ബക്കാലയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കേക്കൊക്കെ വാങ്ങിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റില്ല, വിട്ട് കൊണ്ടേ കഴിക്കണം, അല്ലെങ്കിൽ ഒഴിഞ്ഞ് എവിടെയെങ്കിലും പോയി ആരും കാണാതെ കഴിക്കണം. ഇതേ സംഭവമല്ലേ ഇത് എവിടേക്കാണ് ഈ നാട് കൊണ്ടുപോകണം? നിങ്ങളുടെ മതവിശ്വാസത്തെ മാനിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ, ഇവിടുത്തെ മറ്റു മതക്കാർ. പക്ഷെ അവരൊരുമാതിരി എന്താ പറയുക, പൊട്ടന്മാരാക്കാൻ നിൽക്കരുത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിൽക്കരുത്. ഒരു മാസം ആ പറയുന്ന ക്യാൻറ്റീനിൽ ഭക്ഷണം കൊടുത്ത് അവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അത് വിളമ്പി കൊടുക്കുന്നതും പാർസൽ കൊടുക്കുന്നതും നിങ്ങളല്ലേ. എന്തുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു? ഇനി അങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് കാണുന്ന ബുദ്ധിമുട്ടാണ്, കണ്ണടച്ച് പോകാൻ പറയേ ആളുകളോട്. മറ്റുള്ളവരുടെ ഭക്ഷണത്തെ എന്തിനാണ് നിയന്ത്രിക്കുന്നത് നിങ്ങൾ? ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഈ പറയുന്ന സകലമാന അണുക്കളും അതും ഇതും നടക്കുന്ന ഹോസ്പിറ്റൽ വരാന്തകളിൽ ഇരുന്നു കൊണ്ട് ഇവരൊക്കെ ഭക്ഷണം കഴിക്കണോ? ഇതിനൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുമാതിരി ആ വർഗീയവാദിയാക്കണ പരിപാടി ഉണ്ടല്ലോ, അത് ശരിയല്ല കേട്ടോ. ഇതിനൊക്കെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ എതിർക്കേണ്ടതാണ്, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? ശരിയായിട്ടുള്ള നടപടിയല്ല, വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാ തെറ്റുകളെയും ചോദ്യം ചെയ്യണം. നോർത്തിലെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ, കേരളത്തിലും വേണം. നോമ്പായതുകൊണ്ട് നിങ്ങൾക്കാണ് നോമ്പ്, മറ്റുള്ളവർക്ക് എന്ത് നോമ്പാണുള്ളത്? നിങ്ങളെ നോമ്പ് മറ്റുള്ളവർ നോക്കണം, നിങ്ങളുടെ രീതി അവരും പിന്തുടരണമെന്ന് പറയണത് എന്തൊരു കോണത്തിലെ എന്താ പറയുക അവകാശമാണ്, അല്ലെങ്കിൽ എന്തൊരു കോണത്തിലെ തീരുമാനമാണ്? ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ? ശബരിമല സീസൺ ആകുമ്പോൾ ഇവിടെ എല്ലാവരും വെജിറ്റേറിയൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അന്നേരം നിങ്ങൾ തുള്ളി വരുമല്ലോ, ഇല്ലേ? വരില്ലേ? നിങ്ങളെ നോമ്പ് ഞങ്ങളെന്തിനു നോക്കണം? ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാനുള്ള അവകാശം ഉണ്ടെന്നുകൊണ്ടില്ലേ? അതുപോലെ തന്നെയല്ലേ ഇതും. അപ്പം ഇത് പറയുമ്പോൾ പൊള്ളിയിട്ടോ തള്ളക്കി വിളിച്ചോണ്ടോ കാര്യമില്ല. കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഈ നാറിയ കയ്യിലിരിപ്പ് മാറ്റണം. ഇവിടെ എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം. നിങ്ങൾ കഴിക്കണ്ടെന്നേ, കഴിക്കണവർക്ക് കൊടുക്കുക, അവർ കഴിക്കട്ടെ. നിങ്ങൾക്കല്ലേ മതവും നോമ്പൊക്കെ ഉള്ളത്, മറ്റുള്ളവർക്ക് എന്ത് മതവും നോമ്പും ഉള്ളത്? നിങ്ങൾ ഫോളോ ചെയ്യണമൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യം. ഇനി അങ്ങനെ പറ്റാത്തൊരു ഹോട്ടൽ നടത്തരുത്, വീട്ടിൽ പോയിരിക്കണം. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു മാസം വേറെ ആർക്കെങ്കിലും ആ കട നടത്താൻ കൊടുക്കണം. അത്ര വലിയ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ ഭക്ഷണം മുട്ടിക്കൽ എന്തിനാണ് നിങ്ങൾ നടത്തുന്നത്? ഇപ്പം നിങ്ങൾക്ക് പുറത്ത് ഹോട്ടലിൻ്റെ അവിടെ പോയി കഴിച്ചിട്ട് എന്ത് നായാടോ അതൊക്കെ, ഒരുമാതിരി അല്ല നായല്ല അതൊക്കെ, അല്ലേ? അങ്ങനെ പറയണവർ ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിൽ. പിന്നെ എന്തിനാ അവിടെ ക്യാൻറ്റീന്? എന്തിനാ ക്യാൻറ്റീൻ? ഇത് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യണം. ഭക്ഷണം കൊടുക്കുന്നില്ല, അവിടെ ഇരുന്ന് കഴിക്കാൻ പാടില്ലെന്ന് ഒരു നിയമം എവിടെയും ഇല്ല. ഒരു ഹോട്ടലിൽ നടത്താൻ പറ്റില്ല നിയമം. കൺസ്യൂമർ കോർട്ടിൽ പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഊമ്പി വലയത്തേ ഉള്ളൂ. അതിനാരും തയ്യാറാവാത്താണ് ഈ പ്രശ്നം. അവൻ ഒരിക്കലും കട നടത്താൻ ലൈസൻസ് കിട്ടില്ല. പിന്നെ ഏത് മതത്തിൻ്റെ ആളായാലും ശരി, ഭക്ഷണം ചോദിച്ച ആളുകൾ വന്ന ഹോട്ടൽ നടത്തുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്തോണം. പാർസൽ കൊടുക്കേണ്ട സ്ഥലമല്ല അത്. അല്ലെങ്കിൽ ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് പാർസൽ കൊടുക്കേണ്ട കടകളൊന്നുമല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ പൂട്ടിയിടുക, അടുത്ത ആൾക്ക് കൊടുക്കുക. പൂട്ടിയിടാനും പറ്റില്ല. നിങ്ങൾക്ക് ഒരു ക്യാൻറ്റീൻ നിങ്ങൾ എടുത്തിട്ട് പൂട്ടിയിടാനും പറ്റില്ല. അപ്പോൾ ആ ഒരു മാസം അത് നടത്താൻ പറ്റുന്ന ആളുകൾ കൊടുക്കണം. ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു വരണ്ട. ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. അതിപ്പോൾ ശബരിമല സീസണിൽ നിങ്ങളെല്ലാവരും ഇനി മുതൽ പച്ചക്കറി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെയും ഞാൻ അത് പറയും, പോയി പണി നോക്കണമെന്ന് പറയും. മനുഷ്യന്മാരാണോ? മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകമൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്.
അവിടെ കുറേ എണ്ണം ഈ മതം പുഴുങ്ങിയിട്ട് മറ്റുള്ളവരെ ജീവിതം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്തിനാണ് ജീവിക്കുന്നത്? നിങ്ങൾക്കാൾ പൊയ്ക്കൂടെ ഇവിടുന്ന്? ഇതെന്താ മതരാജ്യമാക്കാൻ നോക്കണം?